പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കനത്തു വരികയും അന്തരീക്ഷം വളരെ അപകടകരമായ വിധത്തിൽ സങ്കീർണമാവുകയും ചെയ്യുന്നതോടെ ലോകം ഉത്തരത്തിനായി കാത്തിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ പരമോന്നത നേതാവായ അയോത്തുള്ള ഖമനിയെ വധിക്കുക എന്ന ബുദ്ധിശൂന്യതയ്ക്ക് ഇസ്രായേൽ തയ്യാറാവുമോ? രണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സംഘർഷത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? മൂന്ന്, യുദ്ധം നീണ്ടുപോവുകയും ഇസ്രായേൽ ആണവായുധം പരീക്ഷിക്കുകയും ചെയ്താൽ ഇസ്രായേലിനെതിരെ ആണവായുധം ഉപയോഗിക്കുന്നതിന് പാകിസ്ഥാൻ തയ്യാറാവുമോ? ഈ മൂന്ന് ചോദ്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘർഷത്തിന്റെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയും ഇരു രാജ്യങ്ങളും തമ്മിൽ കനത്ത പോരാട്ടം, മിസൈലുകള്, ഡ്രോണുകള് ഇവയൊക്കെ ഉപയോഗിച്ചുള്ള വലിയ പോരാട്ടമാണ് നടന്നത്. തിങ്കളാഴ്ച രാവിലെ പോലും ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന്റെ ആകാശത്ത് വലിയ സ്ഫോടനങ്ങൾ കേട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ ഇറാനിൽ 450ഓളം ആളുകൾ മരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതേസമയം 224 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് ഇറാന്റെ ഭാഗത്ത് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടുമുണ്ട്. ഇസ്രയേലിൽ 13 പേർ മരിച്ചെന്നും 30-ലേറെ പേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രയേലിൽ ടെല്ലവീവ്, ജാഫ എന്നീ നഗരങ്ങളാണ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് വിധേയമായത് അല്ലെങ്കിൽ ഇരയായത്. ജാഫയിൽ ഹൂതികളുടെ മിസൈലുകളും പതിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെ വധിക്കാൻ ഇസ്രായേൽ ആസൂത്രണം നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. അവർ ഇറാനെതിരെ നടത്തിയ ആദ്യ ദിവസത്തെ ആക്രമണം, അതിന്റെ തൊട്ടു പിന്നാലെ ഖമനി ഞങ്ങളുടെ പരിധിക്കുള്ളിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ അവർ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയുണ്ടായി. അവരുടെ സംയുക്ത സേനാ തലവൻ, അതുപോലെ തന്നെ അവരുടെ അഭിമാന കേന്ദ്രമായ റവല്യൂഷണറി ഇസ്ലാമിക് ഗാർഡ്സിന്റെ 2 ഉന്നതരായ കമാൻഡർമാര്, അയത്തുള്ള ഖമനിയുടെ ഉപദേശകൻ, അതോടൊപ്പം തന്നെ 14 ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവര് വധിച്ചു. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിരുന്നു. അവര് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനെ അടുത്തെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആ പദ്ധതി തകർക്കുന്നതിനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ 14 ആണവ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു. അങ്ങനെ ഈ ഒരു നേട്ടത്തിന്റെ പിന്നാലെ വേണ്ടി വന്നാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അയാത്തുള്ള ഖമനിയെയും ഉന്നമിടാം എന്നവർക്കൊരു തോന്നലുണ്ടായി, ഒരു ആത്മവിശ്വാസം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് അതിന് അനുമതി ചോദിച്ചത്. ട്രംപിനോട് ചോദിച്ചിട്ടാണോ ഇസ്രായേൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അത് തന്നെയാണ് ശരി. എല്ലാ കാര്യങ്ങളും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അറിയുന്നുണ്ട്. ഈ വെള്ളിയാഴ്ചത്തെ ആക്രമണം, ആദ്യത്തെ ആക്രമണം പോലും ട്രംപിനെ അറിയിച്ചിട്ടാണ് ഇസ്രായേൽ നടപ്പാക്കിയത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഖമനിയെ വധിക്കാനുള്ള ഒരു നീക്കത്തിന് അനുമതി കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധത്തിൽ ഇറാൻകാർ അമേരിക്കക്കാരെയും വധിച്ചിട്ടില്ല, പിന്നെന്തിനാണ് നമ്മൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിടുന്നത്? അതിനുള്ള നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ ആസൂത്രണങ്ങൾക്ക് എന്തിന് പിന്തുണ നൽകണം? ആ ഒരു നിലപാടാണ് ട്രംപ് എടുത്തത്. അതുകൊണ്ടാണ് ആ ശ്രമത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയത് എന്ന് വേണം അനുമാനിക്കാൻ. ഇത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അയത്തുള്ള ഖമനി എന്ന് പറയുന്നത് ഇറാന്റെ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പരമോന്നത നേതാവ് മാത്രമല്ല, ആത്മീയമായ പരമാചാര്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നീക്കമുണ്ടാകുന്നത്, അദ്ദേഹത്തിന്റെ ജീവന് അപകടം സംഭവിക്കുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ചെറിയ തോതിലെങ്കിലും പങ്കാളിയാവാനോ അതിന് കാരണക്കാരനാവാനോ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ട്രംപിന്റെ ഈ തീരുമാനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ്, കാരണം ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറത്ത് മുസ്ലിം ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം അയത്തുള്ള ഖമനി, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു നീക്കത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആസൂത്രണത്തിന് അനുമതി കൊടുക്കാതിരുന്നത്. കഴിഞ്ഞ 36 കൊല്ലമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് എന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണ് അയത്തുള്ള ഖമനി. 1981 ഇറാൻ വിപ്ലവത്തിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റേസ ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിൽ അന്നത്തെ ആ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അയത്തുള്ള ഖൊമേനിക്കൊപ്പം നിന്ന, അദ്ദേഹത്തിന്റെ വിശ്വസ്ത അനുയായിയായി നിന്ന ആളാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനി. സത്യം പറഞ്ഞാൽ അയത്തുള്ള ഖൊമേനി തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവന്ന ആളാണ് അയത്തുള്ള ഖമനി.
1981 മുതൽ 89 വരെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറാൻ ഏറ്റവും ശക്തമായ സുരക്ഷയാണ് ഖമനേയിക്ക് ഒരുക്കിയിരിക്കുന്നത്. റവല്യൂഷണറി ഇസ്ലാമിക് ഗാർഡ്സ് ആണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. പക്ഷേ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും വധിക്കാൻ സാധിച്ചത് അതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ നിന്നാണ് വേണ്ടി വന്നാൽ ഖമനിയെ ലക്ഷ്യമിടാൻ സാധിക്കും, ഇസ്രായേലിന് അത് പറ്റും എന്നൊരു തോന്നൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉണ്ടായത്. ഖമനിയെ ലക്ഷ്യമിടുന്നതിന് ഇസ്രായേൽ ഇനിയും ശ്രമിച്ചുകൂടായികയില്ല. അമേരിക്ക അനുവദിച്ചാലും ഇല്ലെങ്കിലും യുദ്ധത്തിന് അല്ലെങ്കിൽ വിജയത്തിന് അത് അനിവാര്യമായി തോന്നുകയാണെങ്കിൽ നെതന്യാഹു അതിനും തയ്യാറാവും. പക്ഷെ സർവനാശമായിരിക്കും ഇതിന്റെ ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഇത് അവസാനിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ അവസാനിച്ചു കാണണമെന്ന് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ ഇടപെടാനില്ല എന്ന് പറഞ്ഞിരുന്ന ട്രംപ് തന്നെ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. വ്യാപാര കരാറുകൾ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തീർക്കാൻ തനിക്ക് സാധിച്ചതുപോലെ ഇപ്പോഴത്തെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം അതും തീർക്കുന്നതിന് തനിക്ക് സാധിക്കുമെന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത്. വേണ്ടി വന്നാൽ അതിന് ശ്രമിക്കാമെന്നും പറയുന്നുണ്ട്. അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായിട്ട് ഇക്കാര്യം സംസാരിച്ചു. പുതിൻ വേണമെങ്കിൽ മധ്യസ്ഥ ശ്രമം ഏറ്റെടുക്കാം എന്ന് സമ്മതിച്ചു. പക്ഷേ ഇസ്രയേലിന് പുടിനെ ഒട്ടും വിശ്വാസമില്ല. അതുപോലെ തന്നെയാണ് അമേരിക്കയെ കുറിച്ച് ഇറാന്റെ ധാരണ. അമേരിക്ക ഇറാനും തമ്മിൽ ആണവ കരാർ സംബന്ധിച്ച് ഒരു ചർച്ച നടത്താനിരുന്നതാണ്. പക്ഷെ ഈ സംഘർഷം ഉണ്ടായതോടുകൂടി അതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങി. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ പിന്നിൽ അമേരിക്കയുണ്ട്, അമേരിക്കയുടെ സഹായമുണ്ട്, അവരുടെ ഒത്താശ ഉണ്ട് എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവര് അമേരിക്കയും വിശ്വസിക്കാത്തത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വിജയകരമാകുമെന്ന സംശയവും ലോകത്തുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക താവളങ്ങളുടെ നേർക്ക് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ ചിലപ്പോൾ അമേരിക്ക സൈനികമായും ഇടപെട്ടേക്കാം. ഞായറാഴ്ച നടത്തിയ ഒരു പ്രസ്താവനയിൽ ട്രംപ് അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. തങ്ങളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും സൈനിക താവളങ്ങളുടെ നേർക്ക് ഇറാന്റെ ഒരു നീക്കമുണ്ടായാൽ അമേരിക്കൻ എയർഫോഴ്സിന്റെ വ്യോമസേനയുടെ എല്ലാ ശക്തിയും സാധ്യതകളും ഉപയോഗിച്ച് ടെഹ്റാനെതിരെ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഏറ്റവും അവസാനം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ടെലവീവിലെ അമേരിക്കൻ എംബസിക്ക് കേടുപാടുകൾ സംബന്ധിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവരുടെ എംബസിക്ക് നേരെയുള്ള ആക്രമണത്തെ അവരെങ്ങനെ കാണും, അമേരിക്ക എങ്ങനെ വീക്ഷിക്കും എന്നുള്ളതും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതല്ല. മൂന്നാമത്തെ ചോദ്യം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇസ്രയേല് അവരുടെ പക്കലുള്ള ആണവ ആയുധങ്ങൾ ഇറാനെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അവരുടെ കൈവശമുള്ള അണുബോംബുകൾ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഒരു ഉന്നത കമാൻഡർ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു മുതിർന്ന കമാൻഡറായ മൊക്സൻ റേസയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു പ്രസ്താവനയാണ്. അതായത് പാകിസ്ഥാൻ കൂടെ വേണ്ടി വന്നാൽ ഈ യുദ്ധത്തിൽ പങ്കാളികളാകും എന്നുള്ളതിന്റെ സൂചനയാണ് ഇസ്ലാമിക് ഗാർഡ്സിന്റെ ഈ തലവൻ അതും അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ആണവായുധങ്ങൾ കൈവശമുള്ള 9 രാജ്യങ്ങളിൽപ്പെട്ടതാണ് ഇസ്രായേലും പാകിസ്ഥാനും. അങ്ങനെ ഈ യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ദൂരവ്യാപകങ്ങളായിരിക്കും. പാകിസ്ഥാനാവട്ടെ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ എപ്പോഴും ഇറാനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇക്കാര്യത്തിൽ ഇറാന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നാണ് മൊക്സിൻ റേസെ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതേക്കുറിച്ച് ഔപചാരികമായ പ്രസ്താവനകളൊന്നും ഇതേപ്പറ്റി നടത്തിയിട്ടില്ല. പക്ഷേ ഇസ്രയേലിന്റെ ആണവശക്തി ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ അസീഫ് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇസ്രയേലിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവര് ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ
ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാനും ക്രമേണ ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമാകാൻ പോവുകയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും വളരെ കരുതലോടുകൂടി അതിനെ സമീപിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയാസ്പദമാണ്. കാരണം ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ നടുവൊടിഞ്ഞ് ലോകത്തിന് മുമ്പിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്കിപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ കഴിയുമോ സാധിക്കുമോ എന്നുള്ളത് അങ്ങേയറ്റം സംശയാസ്പദമായ കാര്യമാണ്. ഈ പശ്ചിമേഷ്യയിലെ തീനാളങ്ങൾ ആരെയൊക്കെയാണ് വിഴുങ്ങുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ടെല്ലവീവിലെ അമേരിക്കൻ എംബസിക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ആ മന്ദിരത്തിന് സ്ഥാനപതി മന്ദിരത്തിനുണ്ടായ കേടുപാടുകൾ, അത് അമേരിക്ക എങ്ങനെ എടുക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ കഴിഞ്ഞ ദിവസം പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന മഷ്ഹദ് എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം. ഇസ്രായേലിൽ നിന്ന് 2300 കിലോമീറ്റർ ദൂരെയാണ് ഈ മഷ്ഹദ് എന്ന് പറയുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വരെ അവരെ മിസൈൽ എത്തിച്ചു. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ ആക്രമണമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. അതുപോലെ ഇറാന്റെ തെക്കൻ പ്രദേശത്തെ പർസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു എണ്ണ സംഭരണ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചു. അത് ഖത്തറിനോട് ചേർന്ന് കിടക്കുന്ന ഖത്തറും ഇറാനും തമ്മിൽ വലിയ പ്രകൃതിവാതക ശേഖരം പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഗൾഫിനോട് ചേർന്നാണ്, പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. ഇറാൻ ഇതിനെപ്പറ്റി പറയുന്നത് യുദ്ധം പേർഷ്യൻ ഗൾഫിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ്. അതായത് മഷ്ഹദ് വിമാനത്താവളത്തിലെയും പർസ് എണ്ണ കേന്ദ്രത്തിലെയും ആക്രമണങ്ങൾ ഈ ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് യുദ്ധം അങ്ങനെ വ്യാപിപ്പിക്കാനല്ല, ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ആദ്യം അവർ ലക്ഷ്യം വെച്ചത് ആണവ കേന്ദ്രങ്ങളാണ്. പിന്നീട് അവരുടെ എണ്ണ റിസർവുകൾ അല്ലെങ്കിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, പ്രകൃതിവാതക സംഭരണ കേന്ദ്രങ്ങൾ, അത് തകർക്കുക എന്നുള്ളതാണ്. പർസിൽ ആക്രമണം നടന്ന ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഇറാനിലേക്കുള്ള 70% ഗ്യാസ് ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതകം എത്തുന്നത്. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണിത്.